ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, രാഷ്ട്രീയത്തിലും മതപരമായിട്ടുള്ള സംഘടനകളിലുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഭീഷണികളും അതുപോലെ അവര് സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികളുമൊക്കെ നിരവധിയാണ് എന്ന് നമുക്കറിയാം. മുമ്പൊരിക്കല് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2021 ഡിസംബറിൽ ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട ഒരു SDPI പ്രവർത്തകന്റെ, അതായത് SDPIയുടെ സംസ്ഥാന സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, KS ഷാൻ, ഇയാളെ കുറിച്ചിട്ടുള്ള വൈകാരികമായിട്ടുള്ള വിവരങ്ങൾ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കൊണ്ടാണ് ഞാനത് ശ്രദ്ധിക്കാൻ കാരണം തന്നെ. അത് ശ്രദ്ധിച്ച് വന്നിട്ട് എന്തിനാണ് ഈ പാവപ്പെട്ട യുവാവ് കൊല്ലപ്പെട്ടത് എന്ന രൂപത്തിലേക്ക് അന്വേഷണം എന്റെതെത്തും. ഞാനങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിലും നോക്കി. പിന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ SDPIയുടെ ഒക്കെ ചാനലുകളിൽ, അവരുടെ മുദ്രാവാക്യങ്ങളിൽ, പ്രകടനങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾക്ക് പറയാനുള്ളതെല്ലാം വളരെ നല്ല മനുഷ്യനാണ് എന്നത് തന്നെയായിരുന്നു. KS ഷാൻ ഈ വ്യക്തി രാഷ്ട്രീയത്തിനതീതമായി അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ വളരെ പ്രിയപ്പെട്ടവനും ശാന്ത സ്വഭാവക്കാരനും സൽസ്വഭാവിയും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയും ആളറിഞ്ഞ് തന്നെ കൊണ്ട് സാധിക്കുന്ന സഹായ സഹകരണങ്ങളൊക്കെ പങ്കുവെക്കുന്ന വ്യക്തിയായിരുന്നു എന്നാണ് പല ആളുകളും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. വളരെ ശാന്തശീലനായിട്ടുള്ള, എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് ഇദ്ദേഹം എന്നാണ് എല്ലാവരും അവനവന്റെ അനുഭവങ്ങളിലൂടെ പങ്കുവെച്ചത്. ആളും ഒത്തുള്ള ഫോട്ടോസ് അതൊക്കെ ആയിട്ടാണ് ആളുകൾ പറയുന്നത്. അപ്പോ സമാധാനപരമായി ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തി, എല്ലാവർക്കും നല്ല സുസമ്മതനായി ജീവിച്ചിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം അതിക്രൂരമായി കൊല്ലപ്പെട്ടത്? ഒരു പക്ഷേ ഷാനോടടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് പോലും അമ്പരപ്പായിരുന്നു ഈ വിഷയത്തിൽ. ഷാനെ ഈ രൂപത്തിൽ അപകടപ്പെടുത്തിയതില്, ക്രൂരമായി കൊല്ലപ്പെട്ടതില് കുടുംബത്തെയും നാട്ടുകാരെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഒക്കെ എത്രത്തോളം തളർത്തി എന്നത് പറയേണ്ട കാര്യമില്ല. നമ്മളോടടുത്ത് നിൽക്കുന്ന, തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന, വിളിച്ചാൽ വിളിപ്പുറത്ത് ലഭിക്കുന്ന സുഹൃത്തുക്കളെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന തന്നെയാണ്. രാഷ്ട്രീയ പകപോക്കലുകളും മതവിരോധങ്ങളുമൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിലേക്ക്, ഒരു കുടുംബത്തിന്റെ അടിവേര് മുറിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാണ് ഇത്തരം കാര്യങ്ങൾ. എന്തിന്റെ പേരിലാണ് ഒരുത്തന്റെ ജീവൻ എടുക്കണമെന്ന് മറ്റൊരുത്തൻ തീരുമാനിക്കുന്നത്? മുമ്പൊരിക്കല് ഒരു ചെറിയ കുട്ടി, 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു 13-14 വയസ്സുകാരൻ, ഒരാള് അമ്പലത്തോട് ചേർന്ന് നിൽക്കുന്ന മതിലില് നിന്നും മൂത്രമൊഴിക്കുന്നു. അപ്പോ ഈ കുട്ടി വിലക്കി, അങ്കിളെ അത് ക്ഷേത്രമതിലല്ലേ, അവിടെ നിന്ന് അങ്ങനെ മൂത്രമൊഴിക്കല്ലേ എന്ന് പറഞ്ഞു. ഇതിന്റെ പക, ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞതിന്റെ പക ഈ ആളുടെ മനസ്സിൽ കിടന്നു. കുട്ടിയാണ്, ആ കുട്ടി വാല്യൂ എഡ്യൂക്കേഷൻ പഠിക്കുന്ന കുട്ടിയാണ്. പരിസ്ഥിതി പഠനം പഠിക്കുമ്പോൾ അവൻ മനസ്സിലാക്കിയ കാര്യം അവൻ സ്നേഹത്തോടുകൂടി ഒന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇയാളുടെ പക വർഷങ്ങളോളം ഇയാളുടെ ഉള്ളിൽ കിടന്നു. അങ്ങനെ ഒരു ദിവസം ഇയാള് ദിവസവും വരും, ഈ കുട്ടി എവിടെ പോകുന്നു, എത്ര മണിക്ക് പോകുന്നു എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞു. ഇയാള് ഗൾഫിലൊക്കെ പോയിട്ട് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഫുട്ബോൾ കളിക്കാൻ പോകുന്ന സമയം, സൈക്കിള് വിൽക്കുന്ന സ്ഥലം, പോകുന്ന വഴി, ഇതൊക്കെ നോക്കി കണ്ടുപിടിച്ച് നിന്നിട്ട് ഒരു ദിവസം കാറിടിച്ച് പൈതലിനെ ഇവൻ അങ്ങോട്ട് കൊന്നു. അല്ല, കൊല്ലാനും വേണ്ടി, അത്രയ്ക്ക് പകയും വൈരാഗ്യവും തോന്നാനും വേണ്ടി ആ കുഞ്ഞിന്റെ ജീവൻ എടുക്കത്തക്ക രൂപത്തിൽ എന്തെങ്കിലും ആ പൈതൽ പറഞ്ഞോ ഇവനോട്? ഇല്ല. കണ്ടോ, ഒരു മനുഷ്യന്റെ ജീവന് കൊതുകിനെ അടിച്ചു കൊല്ലുന്നത് പോലെയോ ഒരു ഉറുമ്പിനെ ഞെരടി കൊല്ലുന്നത് പോലെയോ മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ജീവൻ. തോന്നിപ്പോകുവാണ് ഇതൊക്കെ കാണുമ്പോൾ.
ഇപ്പോ ഷാനിന്റെ കൊലപാതകം നടന്നു, അത് BJP-ക്കാര് ചെയ്തതാണെന്ന് പറഞ്ഞ് BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ തിരിച്ച് ഇവരൊരു പ്രതിക്രിയ നടത്തുവാണ്. കൊലയ്ക്കു പകരം കൊല എന്ന ഇസ്ലാമിക നിയമം. ഇപ്പോൾ ആലപ്പുഴയിൽ വലിയ രൂപത്തിൽ അതിന്റെ പിന്നാലെ സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ഇനി രാഷ്ട്രീയ നേതാക്കൾ അണികളെ അക്രമത്തിന് പ്രേരിപ്പിക്കുമ്പോൾ ഒടുവിൽ നഷ്ടം സംഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ്. കുടുംബത്തിന്റെ അത്താണി മാതാപിതാക്കളുടെ പ്രതീക്ഷ. ഇതാണ് ഇത്തരം കൊലപാതക രാഷ്ട്രീയത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഇന്നലെ ഞങ്ങളൊരു സിനിമ കണ്ടു. എന്താണ്, ആസിഫ് അലി അഭിനയിക്കുന്ന പകരം, അങ്ങനെയാണെന്ന് തോന്നുന്ന സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. വല്ലാതെ ഓടാതെ പോയ, വിജയിക്കാതെ പോയ ഒരു സിനിമ എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. പക്ഷേ അതിൻ്റെ കമൻസ് നോക്കിയപ്പോൾ വളരെ നല്ലതാണെന്ന് തോന്നി. അപ്പം ഞങ്ങൾക്ക് എന്നാൽ പിന്നെ അതൊന്നിരുന്ന് കാണാമെന്ന് തോന്നി. ഒന്നുമില്ല, ഒരു രാഷ്ട്രീയ നേതാവ് വരുന്നു, അദ്ദേഹത്തിൻ്റെ വലിയ രൂപത്തിലുള്ള അനുയായികളും ഒക്കെ ആയിട്ടൊരു ജാഥ നടക്കുന്നത് കൊണ്ട് ഒരു കുട്ടി ഏണിയിൽ നിന്നും ഒരു പെൺകുട്ടി താഴെ വീണ് അതിന് ബോധക്ഷയം ഉണ്ടാകുന്നു. അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ താമസിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു 15 മിനിറ്റ് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു. അപ്പോൾ അവിടെ ഒരു റൂള് നമുക്ക് കാണിച്ചു തരാണ്. ഏതു വലിയ ജാഥ നടന്നാലും 10 മിനിറ്റ് ഇടവിട്ട് ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് ആ റൂള്. അപ്പൊ ഇതൊക്കെ എത്രമാത്രം പാലിക്കപ്പെടുന്നു എന്നറിയില്ല. അപ്പൊ ഈ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ജീവനു മാത്രമല്ല വിലയുള്ളത്, ഓരോ മനുഷ്യ ജീവനും വിലയുണ്ട് എന്ന് മനസ്സിലാക്കണമെന്ന ഒരു സന്ദേശമാണ് സിനിമ നൽകുന്നത്. ചുരുക്കത്തില് രാഷ്ട്രീയത്തിനപ്പുറം മതത്തിനുമപ്പുറം ഷാൻ എന്ന വ്യക്തി മറ്റുള്ളവരുടെ മനസ്സുകളിൽ എങ്ങനെ ജീവിക്കുന്നു, അദ്ദേഹത്തിന്റെ വിയോഗം, രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന മനുഷ്യന്റെ വിയോഗം ആ കുടുംബത്തിന് ഏൽപ്പിച്ച ആഘാതം, ഇത് രണ്ടും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ ഒന്നൊന്നിനേക്കാൾ മേലെയാണെന്നോ ഒന്നൊന്നിനേക്കാൾ താഴെയാണെന്നോ പറയാൻ നമുക്ക് കഴിയില്ല. ഇനിയും ഈ ഷാൻ കൊല്ലപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഷാൻ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. ശാന്തശീലനായ, സൗമ്യനായ, ഒരു നല്ല കൂട്ടുകാരൻ, ഒരു നല്ല ഭർത്താവ്, ഒരു നല്ല സഹോദരൻ, ഒരു നല്ല പിതാവ്, ഒരു നല്ല മകൻ, ഒരു നല്ല സഹപ്രവർത്തകൻ, ഒരു നല്ല പാർട്ടി പ്രവർത്തകൻ, ഒരു നല്ല ആദർശവാദി, ഒരു നല്ല മനുഷ്യസ്നേഹി, ഒരു നല്ല സഹായി, ഇത്തരം വിവരണങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായത് ഈ ഒരു പ്രഭാഷണമാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. ഒന്ന് കേട്ടു നോക്കാം. ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ദുനിയാവിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ പുറത്തു തരും, പക്ഷെ മനുഷ്യനോടുള്ള കടം മാത്രം ഞാൻ നിങ്ങൾക്ക് പുറത്തു തരില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരോട് ചെയ്തിട്ടുള്ള കടം ഇന്നല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് അത് വീട്ടുന്നത് വരെ അത് ഞങ്ങൾ നടക്കുകയില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആ കൂട്ടത്തിൽ ഒരു ജിമ്മിന് ഒരു പോലീസുകാരൻ, അവൻ ജിംനേഷ്യത്തിൽ പോയിട്ട് തടി വീർപ്പിച്ചിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ ഉപദ്രവിക്കാനാണ് അവനെ നിയമിച്ചിരിക്കുന്നത്. ആ ജിമ്മിനോട് ഞാൻ നേരിട്ട് അവന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അവനെ എനിക്കറിയാം, അവനെ ഞങ്ങൾ നടക്കില്ലെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം അവനൊക്കെ ഉപദ്രവിച്ചിട്ടുള്ളത്, അവനൊക്കെ ദേഹത്ത് കൈവച്ചിട്ടുള്ളത് അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രവർത്തകർ ദേഹത്താണ്. അത് ഇവിടെ കൂടിയ പ്രവർത്തകർക്ക് മാത്രമല്ല വേദനിക്കുന്നത്. ഒരു ഇബ്രാഹിം മൗലവിനെയോ ഒരു അൽത്താഫിനെയോ മർദ്ദിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇബ്രാഹിം മൗലവിനെയോ അൽത്താഫിനെയല്ല വേദനിച്ചിരിക്കുന്നത്, മറിച്ച് ഈ കോവിഡ് മഹാമാരിയിൽ പോലും ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓരോ പ്രവർത്തകർക്കും വേദനിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ SDPക്കാർക്കും വേദനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ട് എങ്കിൽ, ഞങ്ങളുടെ സഹോദരിമാർക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കുട്ടികൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വരും നാളിൽ ഞങ്ങളുടെ ദേഹത്ത് ഈ പച്ച മാംസത്താണ് അവർ കൈവച്ചിട്ടുള്ളത് എങ്കിൽ അവന്റെയും പച്ച മാംസമാണ് അവന്റെ ദേഹത്തും തീർച്ചയുള്ള ആയുധക്കേറുന്നുണ്ട്. അവൻ ഓർക്കേണ്ടതുണ്ട്. ആ കടം ഞങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യും. അത് സിവിൽ ഡ്രസ്സിലിട്ടിട്ടാണ് ഞങ്ങൾ ആക്രമിച്ചിട്ടുള്ളതെങ്കിൽ, അതല്ല യൂണിഫോം ധരിച്ചിട്ടാണ് ആക്രമിച്ചിട്ടുള്ളതെങ്കിൽ, ഞാൻ പറഞ്ഞു ചാക്കിധാരികളാണ് എങ്കിൽ ഞങ്ങൾ നിയമം പാലിക്കും. മറിച്ച് അവനൊക്കെ റിട്ടേർഡ് ചെയ്ത
ഒന്ന് ആലോചിച്ചു നോക്കിക്കോ, ഈ പ്രസംഗവും ഷാന്റെ കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ഒരു നിഷ്കളങ്കതയോ ഒരു രാഷ്ട്രീയ പകപോക്കലുകളോ ഒരു മതവൈരമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിനകത്തൊരു അഭിപ്രായവും ഞാൻ പറയുന്നില്ല. ഇത് രണ്ടും കേട്ട നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നന്ദി.